ഹലോ എവരി വൺ, വെൽക്കം ടു ചാനൽ മലയാളം നഴ്സിംഗ് കപ്പിൾ. ഞാൻ കൃഷ്ണ. സോ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നോർക്ക NHS വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് ഈ കഴിഞ്ഞ നവംബറിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റീസെൻറ്റ് ഡേയ്സിൽ അവർ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും തന്നെ കണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സും അതുപോലെ തന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റും 6 മാസത്തെ ഡ്യൂറേഷനുള്ള റിസർവ് വെയിറ്റിംഗ് ലിസ്റ്റും ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇമെയിൽസ് പോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലോ ഇനി അപ്കമിങ് വരാൻ പോകുന്ന നോർക്ക NHS വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസിനെ പറ്റിയിട്ടും UK നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാക്കൻസീസ്, എനിക്ക് തോന്നുന്നു മേ ബി ലെസ് ദാൻ ഒരു 60 അല്ലെങ്കിൽ ലെസ് ദാൻ 70 താഴെയുള്ള വാക്കൻസീസിലേക്ക് മാത്രമാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തിയത്. അതും ഈ ഒരു 2024 രണ്ടാമത്തെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് ആണ് നോർക്ക NHS വെയിൽസ് നവംബറിൽ നടത്തി കഴിഞ്ഞത് എന്തായാലും. അപ്പോൾ ഇതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളതും അവർ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് സെലക്ഷൻ ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സെലക്ഷൻ ഇപ്പോൾ കിട്ടിയിട്ടുള്ളതും അല്ലെങ്കിൽ ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം ഇമെയിലായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്ന പോലത്തെ ഓഫർ ലെറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഇമെയിൽസ് ആണ് NHS വെയിൽസിൻ്റെ ഷെയർഡ് പാർട്ണർഷിപ്പിൻ്റെ സൈഡിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ഓത്തൻറ്റിക് ഇമെയിൽസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇമെയിലിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ സക്സസ്ഫുൾ ആണെന്നും നിങ്ങൾ ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഓഫർ ലെറ്റർ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്, നിങ്ങൾ ഓഫർ ലെറ്റർ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഓഫർ ലെറ്റർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ സൈൻ ചെയ്ത് വന്നിരിക്കുന്ന അതേ ഇമെയിലോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് തിരിച്ചയച്ചു കൊടുക്കുക. ഒരുപാട് കുട്ടികൾക്കും ഡോക്യുമെൻ്റ് അയക്കുന്നതിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് സൈൻ ചെയ്ത പോർഷൻ മാത്രം അയച്ചാൽ മതിയോ, ലാസ്റ്റ് പേജ് മാത്രം മതിയോ, അങ്ങനെയല്ല. ആ ഇമെയിലിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചയച്ചു കൊടുക്കുക എന്തായാലും. ഓക്കെ, വന്നിട്ടുള്ള ഇമെയിലിൽ മാത്രം അയച്ചാൽ മതി. തിരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിപ്ലൈ ആയിട്ട് ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓൾറെഡി നിങ്ങൾ ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ നിങ്ങൾ റിപ്ലൈ വന്നിട്ടുള്ള ഇമെയിൽ ഇഗ്നോർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ബിക്കോസ് ഒരുപാട് ബൾക്ക് ഇമെയിൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇമെയിൽസ് അവരിപ്പോൾ ഓൾറെഡി കാൻഡിഡേറ്റ്സിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 4 to 5 വർക്കിംഗ് ഡേയ്സ് എങ്കിലും നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഉറപ്പായിട്ട് അവർ നിങ്ങൾക്ക് റിവേർട്ട് ബാക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യും. ബാക്കി എല്ലാ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ഏറ്റവും സന്തോഷമുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ MNCയുടെ 3 ഡേയ്സിൻ്റെ NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ഈ സെലക്ഷൻസ് കിട്ടിയിട്ടുള്ള 90% അപ്പോൾ കുട്ടികളെല്ലാവരും തന്നെ നമ്മുടെ 3 ഡേയ്സിൻ്റെ അസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് അവരുടെ ഫീഡ്ബാക്സ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അവരെനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഫാമിലി എല്ലാവരും തന്നെ ഹാപ്പി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്, നമ്മുടെ ടീമിനും. കാര്യം നിങ്ങളുടെ മെസ്സേജിലെല്ലാം തന്നെ ഉണ്ട് ക്ലിയർ ആയിട്ട്. കാര്യം ഈ ഒരു 3 ഡേയ്സിൻ്റെ സെഷനിൽ നിങ്ങൾക്ക് എന്താണ് NHS ഇൻ്റർവ്യൂ എന്നും എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മെസ്സേജസിൽ കൂടെ. അതിനോടൊപ്പം തന്നെ ഇത്രയും ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, കാര്യം ഇൻ്റർവ്യൂസ് ഒന്നും തന്നെ വരാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഈ ഒരു നോർക്ക വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് നടന്നതും. അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് വാക്കൻസിയിൽ അതിലും നിങ്ങൾക്ക് തന്നെ സെലക്ഷൻസ് കിട്ടിയതിൽ അത്രയും മാത്രം സന്തോഷം. ബിക്കോസ് ഇങ്ങനെ ഒരു പ്രൗഡ് മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായപ്പോൾ അതിലൊരു പാർട്ടാവാൻ നമുക്കും പറ്റിയതിൽ അത്രയും മാത്രം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ട് നമ്മുടെ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാവരുടെയും ഫീഡ്ബാക്സ്, അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസസും കാര്യങ്ങളെല്ലാം തന്നെ അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഓൾറെഡി ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്ന പോലത്തെ ഒരു ഇമെയിലാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ, അതായത് 6 months റിസർവ് ലിസ്റ്റിലാണ് നിങ്ങളുള്ളതെങ്കിൽ, നിങ്ങൾ ഇനി വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓൾറെഡി ഓഫർ ലെറ്റേഴ്സ് കൊടുത്ത കാൻഡിഡേറ്റ്സിൽ ചിലപ്പോൾ ആൾക്കാരെല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, എന്തെങ്കിലും കാരണവശാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയാണെങ്കിൽ റിസർവ് ലിസ്റ്റിൽ നിന്ന് അവർ ആൾക്കാരെ എടുക്കാനായിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു റിസർവ് ലിസ്റ്റ് 6 months അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാർച്ചിലെ ഇൻടേക്കിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഇൻടേക്കിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിലോ ശരി, നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലോ ശരി, ഒരിക്കലും നിങ്ങളൊരു റെസിഗ്നേഷൻ ഇപ്പോഴേ കൊടുത്ത് കളയരുത്. വൺസ് നിങ്ങൾക്കൊരു COS NHS വെയിൽസിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ജോബ് റിസൈൻ ചെയ്യുക. ബിക്കോസ് ജോബിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. വെയിൽസിൻ്റെ പ്രോസസ്സിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്റ്റീവാണ്. നിങ്ങൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സും അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആ ഗ്രൂപ്പിനകത്തുണ്ട്. ഒക്കെ നിങ്ങൾ അതിനകത്തുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് കാൻഡിഡേറ്റ്സിന് അപ്ഡേറ്റ്സ് കിട്ടുന്ന രീതിയിൽ ആ ഇൻഫർമേഷൻസ് എല്ലാം ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് എന്തായാലും ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ജോബിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും റെസിഗ്നേഷൻ വെക്കരുത്. ജോബ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്തായാലും. ഓക്കെ, ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്, നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ ക്വയറി എന്താണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും. പിന്നെ
ഓഫർ ലെറ്റർ കിട്ടിയിട്ടുള്ളവർക്ക് കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഡൗട്ടാണ് NMCയുടെ സെക്കൻഡ് സ്റ്റേജ്. കുറേ പേര് നിങ്ങൾ ചിലപ്പോൾ സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആകെ ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്. 6 months ആണ് എൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ UK നിങ്ങൾ എത്തുന്ന സമയം നിങ്ങളുടെ OSCEയുടെ എക്സാം ഡേറ്റിൽ നിന്ന് PCC വാലിഡ് ആയിരിക്കണം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OSCE എക്സാം എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി സ്റ്റേജ് 2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണ്, PCC ഉടനെ തന്നെ എക്സ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ വെയിൽസിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ്, ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളൊരു പുതിയ PCCക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം മതി. കാര്യം PCCക്ക് ഒന്നും വലിയ ഡിലേ ഒന്നും ഒരിക്കലും വരില്ല. അതുപോലെ നിങ്ങൾക്ക് PCC പാസ്പോർട്ട് സേവാ കേന്ദ്ര ത്രൂ ഡയറക്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം, ഇല്ലെങ്കിൽ അക്ഷയ കേന്ദ്ര ത്രൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് PCCക്ക് വേണ്ടിയിട്ട് കൊടുക്കാം എന്തായാലും. ഓക്കെ, അതുകൊണ്ട് PCCയുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. മെഡിക്കൽ പ്രാക്ടീഷണർ വെരിഫിക്കേഷൻ, ഫിസിഷ്യൻസോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലോ നിങ്ങൾക്ക് പരിചയമുള്ള ഹോസ്പിറ്റൽസോ നിങ്ങളുടെ റിലേറ്റീവ്സോ കാര്യങ്ങളൊന്നും ആവാതിരുന്നാൽ മാത്രം മതി മെഡിക്കൽ പ്രാക്ടീഷണർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അത് വിത്തിൻ 24 hours നിങ്ങൾ മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം NMCയുടെ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours തന്നെ അവർക്ക് ഇമെയിൽ പോകും. അവർ കാര്യങ്ങളെല്ലാം ഫില്ലിൻ ചെയ്ത് കഴിഞ്ഞാൽ 24 to 48 hours നിങ്ങളുടെ NMC പോർട്ടലിൽ അത് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. അതിനകത്തൊന്നും യാതൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. പിന്നെ ബാക്കി TBയുടെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്മൂത്തായിട്ട് ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്തായാലും. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് എങ്ങനെയാണ് NMCയുടെ സെക്കൻഡ് സ്റ്റേജ് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തൊരു വീഡിയോ, നേരത്തെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് NMCയുടെ സെക്കൻഡ് സ്റ്റേജും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാസ്പോർട്ടിൻ്റെ എക്സ്പയറി. നിങ്ങൾ പല ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല എന്തായാലും. കാര്യം പാസ്പോർട്ടിന് എക്സ്പയറി എന്ന് പറയുന്നത് 10 വർഷമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ വാലിഡിറ്റി ഡേറ്റ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക. വിത്തിൻ ഒരു 6 months എക്സ്പയർ ആകാൻ പോകുന്ന പാസ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് റിന്യൂ ചെയ്യുന്നത് ഓൾവേസ് ബെറ്റർ ആയിരിക്കും എന്തായാലും. അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂസിന് ഷോർട്ട് ലിസ്റ്റഡ് ആയാലും ശരി, സെലക്ഷൻ ആയാലും ശരി, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ക്രൈറ്റീരിയാസ് അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, CBT കാര്യങ്ങളെല്ലാം പാസ്ഡ് ആയിരുന്നു. അതുപോലെ ഇൻ്റർവ്യൂവിന് അവർ നന്നായിട്ട് അവർ പ്രിപ്പയർ ചെയ്തു, നല്ല രീതിയിൽ അവർ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാവരുടെയും ഫീഡ്ബാക്ക്, കാൻഡിഡേറ്റ്സ് നിങ്ങൾ ഈ ഫോട്ടോസ് കണ്ട കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാവരുടെയും ഫീഡ്ബാക്ക്, അവർ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് ആ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അവരിൽ ഒരാളായിട്ട്, ആ വെയിൽസിലുള്ള ഇൻ്റർവ്യൂ പാനൽസ് നടത്തിയ ആൾക്കാരിൽ ഒരാളായിട്ട് ഇവർക്ക് ഈ കാൻഡിഡേറ്റിനെ തോന്നുകയും അവർ പറഞ്ഞ ഓരോ പോയിൻറ്റ്സ് അവർ എഴുതിയെടുക്കുകയും അതിനുശേഷം നല്ലൊരു ഫീഡ്ബാക്ക്, നല്ല രീതിയിൽ അവർ അറ്റൻഡ് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നോളജബിളായിട്ട് അവർ ആൻസർ ചെയ്തു എന്നുള്ള നല്ല ഫീഡ്ബാക്സാണ് അവരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത്രയും കോമ്പറ്റീഷനായിരുന്നു അതിനകത്ത്. കാര്യം ഇത്രയും ലിമിറ്റഡ് വാക്കൻസീസിൽ ഇത്രയും കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് പോയി ഇത്രയും കുട്ടികൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എത്രത്തോളം നന്നായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പേഴ്സണലി. ബിക്കോസ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ സെഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇതുവരെയും ഒരിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ MNCയുടെ സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇത്രയും കുട്ടികൾ ഈ കഴിഞ്ഞ NHS വെയിൽസിൻ്റെ ജൂണിലുള്ള ഇൻ്റർവ്യൂ ആവട്ടെ, ഇപ്പോൾ ഇടയ്ക്ക് വന്നിട്ടുള്ള NWLൻ്റെ ഇൻ്റർവ്യൂസ് ആവട്ടെ, ഈ ഒരു ഇൻ്റർവ്യൂ ആവട്ടെ, 100% സക്സസ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ള. അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ, സെലക്റ്റഡ് ആയ കുട്ടികൾ എല്ലാവരും തന്നെ ഇൻ്റർവ്യൂ സെഷൻസ് എടുത്തിട്ടുള്ള കുട്ടികൾ തന്നെയായിരുന്നു കൂടുതൽ ആൾക്കാരും. പിന്നെ സെലക്ഷൻസ് കിട്ടാതെ പോയതിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തതിൽ തന്നെ ഒരുപാട് സ്പെസിഫിക് ക്രൈറ്റീരിയാസ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ജോബ് ഏരിയാസ് ആണ്, എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ ശരി, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ശരി, അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതുപോലെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ അതൊരു ഫാക്ടർ മാത്രമായിട്ടാണ് മാറുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇനിയും നോർക്ക NHS വെയിൽസിൻ്റെ ഇൻ്റർവ്യൂസ് വരും. അവർ 6 months കാര്യം ഇത് തന്നെ ഈ ഒരു വർഷം തന്നെ 2 തവണ ഇൻ്റർവ്യൂസ് ആണ്. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം നെക്സ്റ്റ് ഇയറിലാണെങ്കിൽ ഇതുപോലെ 2 തവണയോ അല്ലെങ്കിൽ 1 തവണയോ ഇൻ്റർവ്യൂസ് വരാനുള്ള ചാൻസസ് എല്ലാം തന്നെ ഉണ്ട്. ഫർദർ അപ്ഡേറ്റ്സ് കിട്ടുന്ന സമയത്തെല്ലാം തന്നെ നിങ്ങൾ അറിയിച്ചിരിക്കും. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസും നമ്മുടെ ചാനൽസും ഒക്കെ തന്നെ ഫോളോ ചെയ്യുന്ന കുട്ടികളായിരുന്നു. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് ഓരോ സമയം കിട്ടുന്നതിനനുസരിച്ച് അവരെല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ CBTയുടെ എക്സാംസ് ക്ലിയർ ചെയ്യുന്നതാവട്ടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന് കയറുന്നതാവട്ടെ, ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരു ജോബ് നിർത്തി, നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ജോബ് റീസ്റ്റാർട്ട് ചെയ്തത്. ജോബ് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടായി, എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ കുറേ ഹെൽപ്ഫുള്ളായി എന്നൊക്കെ ഒരുപാട് മെസ്സേജ് കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പോഴും നിങ്ങളൊരു എംപ്ലോയ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എംപ്ലോയ്മെൻറ്റ്, നിങ്ങളൊരു ജോലി നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക എത്രയും വേഗം. അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിഡിൽ ഈസ്റ്റിലും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ തന്നെ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പറ്റുന്ന പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ആയിട്ടൊരു ജോബിൽ നിൽക്കുന്ന സമയത്തിന് ഇതുപോലത്തെ വാക്കൻസീസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ എന്തായാലും. ഇതുപോലെ ഇൻ്റർവ്യൂ അപ്ഡേറ്റ്സ് വരുന്ന സമയത്തൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങളുടെ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലോ ഇൻസ്റ്റാഗ്രാം ചാനലോ ഒക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. കാര്യം ഈ ഒക്ടോബർ ഇതിനിടയിലും തന്നെയും നോർക്ക NHS വെയിൽസ് ത്രൂട്ട് അവർ പീഡിയാട്രിക്കിൻ്റെ ഇൻ്റർവ്യൂസ് നടത്തിയിട്ടുണ്ട്. 4 വാക്കൻസി. ആ 4 വാക്കൻസീസിലോട്ട് നമ്മുടെ
കാൻഡിഡേറ്റ്സിന് സെലക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം പ്രോപ്പറായിട്ട് ആ ഇൻഫർമേഷൻസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തു. അതിൻ്റെ ലൈവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കുന്നു എന്ന് വരെയുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം നമ്മുടെ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ മിസ്സായി പോവില്ല. കാര്യം ഇത്രയും കോമ്പറ്റീഷനാണ്. ഓരോ വർഷം ഇത്രയും നേഴ്സസ് പുറത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ്സ് ഇത്രയും നടക്കാത്തതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാർ ഇപ്പം ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ ജോബ് റിക്രൂട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ്സ് ആവട്ടെ, അതെല്ലാം തന്നെ ഇനിയുള്ള അപ്കമിങ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ യൂറോപ്യൻ കൺട്രീസ് അല്ലാതെ വേറെ ഏതൊക്കെ കൺട്രീസിലേക്ക് നഴ്സസിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ജോബ്സ് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഞാൻ ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിലോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതുവരെ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റിംഗിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിറ്റ്സ് മീ കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.